അപ്പോൾ ഇന്ന് ദേ എനിക്ക് 2 ഗസ്റ്റുകളുണ്ട് കേട്ടാ. അപ്പോൾ ജെയ്സും റെബേക്കയും ഇന്ന് ദേ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവര് കുറച്ച് നേരത്തെ വന്നതാണ്. അപ്പോൾ അവരൊക്കെ കൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ സ്റ്റീവനൊക്കെ ഡേ കെയറിൽ കൊണ്ടാക്കാനൊക്കെ പോയി. ഗ്രേസ് സ്കൂളിൽ പോണേക്കാൾ മുമ്പ് വന്നായിരുന്നു. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടിയാണ് കേട്ടാ, അവരുടെ ദിവസമാണ്. അതായത് അവരും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണം. അപ്പം ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ജാമും ബ്രെഡും കൊടുക്കാൻ പോകണം. അപ്പോൾ അവർക്ക് ഓരോ പീസ് മതി എന്ന് പറഞ്ഞാലും അവർക്ക് ഓരോ പീസ് ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുക. എത്ര നേരം ഗ്രേസ് പോണേക്കാൾ മുമ്പ് അവർ വന്നായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോണേക്കാൾ മുമ്പ് നല്ല കളിയും ബഹളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റീവിൻ്റെ കൂടെ നല്ല കളി ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റീവിനെ വിടണ്ടാലോ എന്ന് ഫസ്റ്റ് വിചാരിച്ചു. പിന്നെ ഒരു 2 ദിവസം ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റീവിനെ ഞങ്ങൾ വിട്ടേക്കണത്. അപ്പോൾ അവനവിടെ ഒന്ന് സെറ്റ് ആവണുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് അവനെ വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കുള്ള സ്നാക്ക് കൊടുക്കട്ടെ, എന്നിട്ട് വേണം ഞാൻ എനിക്കിനി നേരെ അടുക്കളയ്ക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മന്തിയാണ്. അപ്പോൾ ഞാൻ മന്തി ഓൾറെഡി മുമ്പ് ഒരു ദിവസം മന്തി ഉണ്ടാക്കിയായിരുന്നു. ഞാൻ എൻ്റേതായ രീതിയിൽ അരിയും എല്ലാം സെപ്പറേറ്റ് മേടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ കടയിൽ പോയപ്പോഴാണ് ഇങ്ങനെ മന്തി കിറ്റ് എന്ന് പറഞ്ഞ് കണ്ടേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ കിറ്റായിട്ട് മേടിച്ചത്. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു മോഹം കൊണ്ട് അങ്ങനെ മേടിച്ച് വെച്ചതാണ്. മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ എന്തായാലും അവരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി മേടിച്ചത് ഫ്രീസറിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് വെള്ളമൊക്കെ കളഞ്ഞ് അതിൻ്റെ തണുപ്പൊക്കെ വിടാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കിറ്റിലുണ്ടായിരുന്നത് റൈസും മന്തി മസാലയും പിന്നെ ഒരു ഉണക്കനാരങ്ങ, പിന്നെ ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ഒരു മാഗി ക്യൂബ്, ഒരു കെച്ചപ്പ്, പിന്നെന്താ ഇത്ര ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സൺഫ്ലവർ ഓയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അരി ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാനാണ് ഇവർ പറഞ്ഞേക്കണത്, ആ കിറ്റിൽ എഴുതി വെച്ചേക്കണേ. അപ്പോൾ എൻ്റെ അടുത്ത് എന്തായാലും ഒരു 2 മണിക്കൂറൊന്നും കുതിർത്തിയിടാനുള്ളൊരു ടൈമില്ല. ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം 2 മണിക്കൂർ തന്നെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. എന്നാലും 1 മണിക്കൂറൊക്കെ നമുക്ക് അരിനെ കഴുകി വാരി വൃത്തിയാക്കി വെള്ളത്തിലൊന്ന് കുതിർത്താൻ വയ്ക്കാം. അപ്പം ഞാൻ ഇത് എന്തോരം ഉണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ അളവെടുത്ത ഗ്ലാസ്സിൽ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു, 2.5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അളന്ന് ഇടാണ് കേട്ടോ. കാരണം നമുക്കിനി വെള്ളം ഒഴിച്ച് ഇത് വേവിക്കുന്ന സമയത്ത് എന്തായാലും അളവ് അറിയണമല്ലോ. അപ്പം അതുകൊണ്ട് 2.5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിനൊന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് നിറച്ച് അതിനൊന്ന് കുതിർത്താൻ വേണ്ടി വെക്കട്ടെ. അപ്പോൾ അവർ പറയണ ടൈം വെക്കണില്ല. ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് അവർ പറഞ്ഞ ടൈം വെക്കാം. എന്നാലും ഇപ്രാവശ്യം അവർ പറഞ്ഞ ടൈം വെക്കണില്ല കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് മുമ്പ് ഞാൻ മസാല പുരട്ടി കുറച്ച് ചിക്കൻ ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ജെയ്സിനും റബേക്കയ്ക്കും അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തു. കുറച്ച് കെച്ചപ്പൊക്കെ ഒഴിച്ച് അവർക്കൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാനുള്ള പരിപാടികൾ ആരംഭിക്കാം കേട്ടോ. അപ്പോൾ ഒരു 4-5 അല്ലി ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ഞാൻ ക്ലീൻ ആക്കി ഒന്ന് ചതച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞ് നമ്മുടെ ചതയ്ക്കണ ഇതിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വെക്കണത്. വേറെ ഒരു പാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ പിള്ളേരെന്താ ഇവിടെ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാനുണ്ടാവുമായിരിക്കാം. അപ്പോൾ ജാസ്മിനൊരു എമർജൻസി ആയിട്ട് ഒന്ന് പോകേണ്ട വന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വീട്ടിലവരെ കൊണ്ടാക്കിയത്. അതുകൊണ്ടാണ് കേട്ടോ അവരെ സ്കൂളിലൊന്നും വിടാണ്ടിരുന്നത്. പിന്നെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരെ ആരാണെന്ന് പറയാണ്ടിരുന്നത്. അത് എൻ്റെ ചേട്ടൻ്റെ മക്കളാണ് കേട്ടോ. എൻ്റെ മൂത്ത ചേട്ടൻ്റെ 2 പിള്ളേരാണ്. നിങ്ങൾ വീഡിയോസ് കാണാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. പിന്നെന്താ ഞാൻ ഇനി സവോള ഒരു 4-5 സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തക്കാളി, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ഞാൻ അവർ തന്നിട്ടുണ്ട് ഏലക്കായ. എന്നാലും ഒരു 2 എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. കറുവപ്പട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ട ഐറ്റംസാണ്.
അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ചിക്കൻ ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് ചിക്കൻ ആണ് മേടിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ തണുപ്പൊക്കെ വിട്ടൊന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി സവോളയും കൂടിയും കട്ട് ചെയ്ത് അരിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാം. അപ്പോൾ ഇതേ ബിരിയാണി പോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് തുടങ്ങാണ്. അപ്പോൾ ഞാൻ അവർ തന്നേക്കണ ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യണേ. എക്സ്ട്രാ ഓയിലും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒരു ചെറിയൊരു പാക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേ ആദ്യം ഒഴിക്കുകയാണ്. പിന്നെ ഇതേ കട്ട് ചെയ്ത് വെച്ചേക്കണ സവോളേനെ ഇട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. കുറേ നേരം ഒന്നും വഴറ്റണില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റണേ ഉള്ളൂ. അപ്പോൾ ചിക്കനിലേക്കുള്ള ഇതാണ് ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ മുമ്പ് മന്തി ഉണ്ടാക്കിയത് കുക്കറിലായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ സെയിം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ സെയിം പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പം അങ്ങനെ ദേ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ പച്ചമുളകൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ട് റെഡിയായി ദേ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ഇതേ മന്തി മസാല പൊട്ടിച്ച് ഇടാണ് കേട്ടോ. പിന്നെ അതിൽ നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൽ ഉള്ള മാഗി ക്യൂബ് ഒരു ക്യൂബായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇടാണ്. പിന്നെ ഞാൻ തക്കാളീനെ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കെച്ചപ്പും തന്നിട്ടുണ്ട്, അതും കൂടി ഒഴിക്കുകയാണ്. പിന്നെ എക്സ്ട്രാ നമ്മൾ എടുത്തേക്കണ തക്കാളി ഒരു 2 തക്കാളി എടുത്തോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ നല്ലോണം ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കാണ്. ഭയങ്കരമായിട്ട് ഇനി വേറെ മസാലകളൊന്നുമില്ല. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, പിന്നെ ജീരകം ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ജീരകമൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവർ ആ കിറ്റിൽ പറഞ്ഞ് ആ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പം എന്തായാലും ഇപ്പോൾ ഞാൻ മസാലപ്പൊടിയും പിന്നെ തക്കാളി സോസും മാഗി ക്യൂബും ഇട്ടിട്ട് നമ്മുടെ ചിക്കനും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കുകയാണ്. തന്നെയാണ് നമ്മൾ റൈസ് ഇട്ട് ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ചിക്കൻ അതിനുള്ളിൽ ഒന്ന് ഉപ്പും ഇതൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത്രേ എടുത്തിട്ടുള്ളൂ. ചിക്കൻ അങ്ങനെ വേവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ കുരുമുളക്, പിന്നെ ഉണക്ക നാരങ്ങ, ജീരകം, പിന്നെ ആഡ് ചെയ്തത് ഉണക്കമുന്തിരിയാണ്. ഇത്ര ഐറ്റംസും ഒക്കെ ഞാൻ ഈ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് അങ്ങനെ ഇടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാനാണ് പറഞ്ഞേക്കണത്. പിന്നെന്താ ഇതിൽ വേറെ എക്സ്ട്രാ അവർ ഇതിൽ കളറ് കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. കിറ്റിൽ കളറും കാര്യങ്ങളും തന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കളറൊന്നും അങ്ങനെ ആഡ് ചെയ്യണമെന്നില്ല. എങ്ങനെയാണ് അതിൻ്റെ നാച്ചുറലായിട്ടിരിക്കുന്ന ആ രീതിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഇനി ചോറും കൂടി ഇടണം. അരിയും കൂടി ഇടണം. ചോറല്ല, അരിയും കൂടി ഇടണം. അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് എല്ലാം ഇട്ടു. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വെള്ളത്തിനൊന്ന് തിളച്ചതിന് ശേഷം അരി ഇടാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അരി നല്ല രീതിയിൽ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഒക്കെ എടുത്ത് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് പരിപാടി. അപ്പോൾ കുറച്ച് മല്ലിയും കൂടി ഉണ്ട്. മല്ലിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ ഞാനൊരു ഏകദേശം കണ്ട് മല്ലി അങ്ങനെ ഇട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് അരി ഇടാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ മേടിക്കണ ഇതിനേക്കാളും നല്ലതാണെന്നൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞു. സൗദിയിൽ കഴിച്ച ഫീലൊക്കെ കിട്ടിയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് കേട്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ എന്തായാലും ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അതുമല്ല, നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇതിൽ ചിലപ്പോൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന എക്സ്പേർട്ടുകളായിരിക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയൊക്കെ തന്നെയാണോ? നമ്മൾ എന്താ പറയുക, നമ്മൾ സ്വന്തമായിട്ട് സാധനങ്ങൾ ഐറ്റംസൊക്കെ മേടിച്ച് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എന്തായാലും വേറൊരു ദിവസം കിറ്റല്ലാണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.
പിന്നെ എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ ഇടുന്നതാണ്. അവർ ഓൾറെഡി തന്നേക്കുന്നത്. അല്ലാണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പട്ടഗ്രാമ്പു, ഏലക്കായ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യണത്. അതൊക്കെ അവർ കിറ്റിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ചെയ്യണത്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുള്ള പോലൊക്കെ തോന്നി. അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്തു. ഇതേ വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിടാം. ഞാൻ ഇടയ്ക്ക് കുക്ക് ചെയ്യണതിൻ്റെ ഇടയിലേ ജെയ്സൊക്കെ ഇടയ്ക്ക് വരും. വന്നിട്ട് അവൻ ടി വിയിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയും. ഇതെന്തിട്ടാ ആൻറ്റി, ഇതെന്തിട്ടാ ആൻറ്റി, ടി വിയിൽ അത് കണ്ടു. പിന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ അവൻ മോൺസ്റ്ററിനെ കണ്ടു. അപ്പോൾ ആ മോൺസ്റ്റർ ഏതാ, ഈ മോൺസ്റ്റർ ഏതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. റബയ്ക്കാണെങ്കിൽ അവിടെ ഡോളൊക്കെ എടുത്ത് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അരി ഇങ്ങനെ വെള്ളം കളഞ്ഞപ്പോൾ ഞാൻ അരിപ്പയിലായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരിച്ചിരി വെള്ളം ഇങ്ങനെ ഇതുപോലെ തോന്നി. അപ്പം അതൊന്ന് അരിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ടാ. അപ്പം ഏകദേശം ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യണത്. പിന്നെ നല്ല രീതിയിൽ ഇതിനൊന്ന് ഇളക്കി ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അധിക നേരം ചോറ് വേവേണ്ട ഒരു ടൈം ചോറ് ചിക്കനും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വെന്ത് ഒന്ന് റെഡി ആയിക്കോളും. പിന്നെ ഇത് കഴിഞ്ഞൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യാനൊക്കെ അവർ എഴുതിയേക്കണത്. നമുക്കതിനുള്ള ഗ്യാപ്പൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. ഇത് കുക്ക് ചെയ്യുക, അപ്പം തന്നെ കഴിക്കുക, അതായിരിക്കും സിസ്റ്റം. അങ്ങനെ. അപ്പോൾ ഇനി നമ്മുടെ മന്തി അങ്ങനെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു അര സവോള എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ആണ് ഞാൻ എടുത്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പുളിക്ക് നമ്മൾ എക്സ്ട്രാ വിനാഗിരി ആയിരുന്നു അന്ന് ഞാൻ ആഡ് ചെയ്തായിരുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു വയ്ക്കാമെന്ന്. രണ്ടും 2 രീതിയിൽ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യസ്തത അറിയാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെയാണ് ഇന്ന് ചെയ്യണത്. അപ്പോൾ കുറച്ച് അര നാരങ്ങയും കൂടി പിഴിഞ്ഞു വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കിയതാണ്. എന്തായാലും മല്ലിയില ഇട്ട് വരുമ്പോൾ ആ റെഡ് കളർ അത്രയും വരാൻ ചാൻസ് ഇല്ല. കാരണം പച്ച ഒന്ന് അരഞ്ഞ് വരുമ്പോൾ റെഡ് കളർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മയോണൈസും ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ. ഇപ്പം ഇത് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. പച്ചമുളകിനാണെങ്കിലും അധികം എരിവില്ല. മയോണൈസ് ഉണ്ടാക്കാൻ ഒരു ടൈമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചായിരുന്നു ഹോം മെയ്ഡ് പോലെ മയോണൈസും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാവുമല്ലോ എന്ന്. അപ്പോൾ ടൈം അനുസരിച്ചാണ് എല്ലാം ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കണില്ല. നമുക്ക് തക്കാളി ചട്നിയും കൂട്ടി നമ്മുടെ മന്തി കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട്, ഉപ്പ് ഞാൻ ഇപ്പം ഇടണില്ല, അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇടണത്. പിന്നെ മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ടായിരുന്നു. ഒന്ന് ഇളക്കിയൊക്കെ നോക്കി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ 30 മിനിറ്റ് ഒന്നും ഇനി വെയിറ്റ് ചെയ്യാൻ നിൽക്കണില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ആ ചിക്കൻ്റെ ഒരു എന്താ പറയുക, നെയ്യും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി വേഗം പകർത്തി ഇത് കഴിക്കട്ടെ, കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയിൽ ഇച്ചിരി കളർ കുറവൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, കളർ കുറവുണ്ടെങ്കിലും നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. മന്തിയിലാണെങ്കിലും നമ്മൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റീവിനെ എടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരല്ല, ഞങ്ങൾ 4 പേരും കൂടി സ്റ്റീവിനെ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. സ്റ്റീവിന് ഇനി ഭയങ്കര സന്തോഷമായിരിക്കും. ഇവരെ കണ്ടപ്പോൾ തുടങ്ങി രാവിലെ തുടങ്ങി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇവിടുന്ന് എടുത്ത് വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പോണ നേരത്തൊരു ചെറിയൊരു വിഷമമുള്ളൂ. പിന്നെ ആളെ ഓക്കെ ആയി വന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടെങ്കിലും ഇപ്പം അവൻ സെറ്റായിട്ടുണ്ട്. പിന്നെ ഗ്രേസും വന്നു. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ കളിക്കട്ടെ, ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പം മന്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. ബൈ.